ഹലോ ഫ്രണ്ട്സ്, നമ്മളിതാ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഉഷ ജെനോമി മിഷൻ മാർവല്ല. ഈ മിഷൻ്റെ ഡെമോൺസ്ട്രേറ്റിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്, എന്താ തയ്യൽ പഠിക്കാത്തവർക്കും തയ്യൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇതിൽ നമുക്ക് തയ്യൽ പഠിക്കാത്തവർക്കും തയ്യൽ പഠിക്കാൻ പറ്റിയൊരു മിഷനാണ് വരുന്നത്. ഇതിൽ നമുക്ക് സാധാരണ സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റും, ഓവർലോക്ക് ചെയ്യുക, ബട്ടൺ ഹോൾ ചെയ്യുക, ഡാനിങ് ചെയ്യുക, ഇതെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതിനെല്ലാം കൂടിയുള്ളൊരു മിഷനാണ് ഉഷ ജെനോമിയുടെ മാർവല്ല മിഷൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ 2 വർഷം ഹോം സർവീസാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഓൾ ഇന്ത്യ എവിടെയാണെങ്കിലും 2 വർഷം ഹോം സർവീസ് നമുക്കിതിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഷോപ്പ് ഫറോക്ക് മെഷീൻ ഗാലക്സി, ഫറോക്ക് റെയിൽവേൻ്റെ നേരെ മുമ്പിലാണ് നമ്മളെ ഷോപ്പ് ഉള്ളത്, കാലിക്കറ്റ് ഫറോക്ക്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നമുക്ക് ഈ മിഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഈ സാധനം കൊറിയറായിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചു തരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഡെമോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോ ഒന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നൊരു ആക്സിലേറ്റർ ഉണ്ട്. ആക്സിലേറ്റർ നമ്മൾ ഇവിടെ 3 പിൻ കാണാം. ഈ 3 പിന്നിലേക്ക് കണക്ട് ചെയ്ത് നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പ്ലഗിലേക്കും കണക്ട് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മളിവിടെ കാണുന്നില്ല, ഇവിടെ സ്വിച്ച് കാണുന്നില്ല. ഈ സ്വിച്ച് ഇവിടെ നമ്മൾ ഓൺ ചെയ്യുമ്പോഴാണ് മിഷൻ വർക്ക് ചെയ്യുക. പിന്നെ നമ്മളിതിൻ്റെ അടിയിൽ കാണുന്ന ഈ പെഡസ്റ്റൽ നമ്മളിത് പ്രസ് ചെയ്യുമ്പോഴാണ് മിഷൻ വർക്ക് ചെയ്യുക. നമുക്ക് ഇതേമാതിരി ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് കാണാം. ഇതിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളതൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ത്രെഡിങ് മാത്രമാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ത്രെഡിങ്ങാണ് നമ്മളെ കാണിക്കാൻ പോകുന്നത്. നമുക്കിതിൽ സാധാരണ ഫസ്റ്റ് തന്നെ ബോബിനിൽ നൂല് വൈൻഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ബോബിനിൽ നൂല് വൈൻഡ് ചെയ്യുന്നത് നമുക്കിത് ബോബിന് ആദ്യം നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെക്കുക. കൈ കൊണ്ട് പിടിക്കാതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹൂക്ക് ചെയ്യുക. ഇതിൽ കുറച്ച് നൂല് ഇങ്ങനെ ചുറ്റി വെക്കുക, മാക്സിമം നൂല് ഇങ്ങനെ ചുറ്റി വെക്കുക. അതിനുശേഷം നൂല് റൈറ്റ് സൈഡിലേക്ക് നീക്കുക. നമ്മൾ ഈ പെഡൽ ചവിട്ടുമ്പോഴാണ് മിഷൻ വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിത് കാണുന്നില്ല, ഈ മിഷനും വർക്ക് ചെയ്യേണ്ടത് രണ്ടും കൂടെ വർക്ക് ചെയ്യാം. നമുക്കിത് മാത്രം ഫംഗ്ഷൻ ചെയ്താൽ മതി. ഇത് മാത്രം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് വീല് ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചു കൊടുത്താൽ ഇത് മാത്രമേ കറങ്ങുള്ളൂ. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ മിഷൻ വർക്ക് ചെയ്യില്ല, ഇത് ബോബിൻ്റെത് മാത്രമേ ഫംഗ്ഷൻ ചെയ്യുള്ളൂ. അപ്പോൾ മിഷന് കംപ്ലയിൻറ്റ്സ് കുറവായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോഴേ. പിന്നെ ഇത് ഫുള്ളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവും ചെയ്യും കേട്ടോ. മിഷൻ്റെ വർക്കിംഗ് ഇത് നൂല് ഫുള്ളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവും ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു നൂലായി കഴിഞ്ഞാൽ നമ്മൾ കാലിൻ്റെ പെഡലുണ്ടല്ലോ, പെഡൽ നമ്മൾ ചവിട്ടുന്നത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിൽക്കും. പിന്നെ ഇത് ഇടതുഭാഗത്തേക്ക് നീക്കിയാൽ മാത്രമാണ് മിഷൻ വർക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കും, ഈ വീലും നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് നീക്കി വെക്കണം, അപ്പോൾ മിഷൻ വർക്ക് ചെയ്യും. നൂല് ചുറ്റാനാണെങ്കിൽ നമുക്കിത് റൈറ്റ് സൈഡിലേക്ക് നീക്കുക, വീല് ജസ്റ്റ് പുൾ ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് വരിക, അപ്പോഴാണ് നൂല് ചുറ്റുക. അത് ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക് അല്ലേ? പിന്നെ നമ്മൾ ഈ മിഷനിൽ യൂസ് ചെയ്യുന്ന ബോബിൻ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാഴ്ചയിൽ സാധാ മിഷൻ്റെ മാതിരി തന്നെ കാണാൻ തോന്നും. പക്ഷേ ഇതിൻ്റെ ബോബിൻ കേസ് ചെറിയ കട്ടിങ്ങുള്ള ബോബിൻ കേസാണ് ഉപയോഗിക്കുക. നമ്മൾ ഇതേമാതിരി തന്നെ ഗ്ലാസ് ടൈപ്പ് ബോബിനുമാണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ മിഷന് ചെയ്യുന്ന മാതിരി തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ മിഷൻ്റെ ഇവിടെ ഒരു കട്ടിങ്ങുള്ള സൂചി പൊക്കി വെച്ചതിന് ശേഷം ഇവിടെ ഒരു കട്ടിങ് കാണാം. ഈ കട്ടിങ്ങിലേക്ക് നമ്മൾ ഈ സാധനം വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. ഈ നൂല് ജസ്റ്റ് ഇതേമാതിരി തന്നെ അമർത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ശ്രദ്ധിക്കുക, നമുക്കിതാണ് നൂല് മെയിൻ സാധനം ഇത് വരുന്നത്, ത്രെഡിങ്. നമുക്ക് നൂല് എങ്ങനെ കോർക്കുന്നുള്ള കാര്യം ഫസ്റ്റ് നമ്മൾ ഇതേമാതിരി ഇതിലെ കൊണ്ട് കോർക്കുക. പിന്നെ ഇതേമാതിരി ഇവിടുന്ന് ഒരു ഏറോ മാർക്ക് നമ്മളിത് കാണുന്നുണ്ടല്ലോ, ഈ ഏറോ മാർക്കിലേക്ക് ഇങ്ങനെ താഴോട്ട് എടുക്കുക. ഇവിടുന്ന് മേലോട്ട് ഒരു ഏറോ മാർക്ക് കാണിക്കുന്നുണ്ട്, ഇതേമാതിരി മേലോട്ട് എടുക്കുക. ഇവിടെ ഒരു ഹൂക്ക് വേണം. ഇപ്പോൾ നിലവിൽ ഹൂക്ക് ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ മിഷൻ്റെ വീൽ ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ഒരു ഹൂക്ക് വരുന്നത് കണ്ടില്ലേ, ഇത് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ എടുക്കുക ചെയ്യാം. സിമ്പിളായിട്ട് ഇങ്ങനെ എടുക്കുക, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് ഇവിടെ മിഷൻ്റെ ഈ സൈഡിലൊരു ഹൂക്ക് വരുന്നുണ്ട്, ഈ സൈഡിലൊരു ഹൂക്ക് വരുന്നുണ്ട്. പിന്നെ സൂചി നമ്മളിത് മാനുവലായിട്ട് ഫ്രണ്ട് കൂടെയാണ് കോർക്കുക. നമുക്ക് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കത് സൂചി നമ്മളിത് ഫ്രണ്ട് കൂടെയാണ് കോർക്കുന്നത്. സിമ്പിളായിട്ട് കോർക്കാം. സാധാരണ മിഷൻ നമ്മൾ ചെയ്യുന്ന സാധാരണ സൈഡിൽ കൂടെയാണ് നമ്മളിത് കോർക്കാറുള്ളത്. ഈ മിഷൻ മാത്രം നമ്മളിത് ഫ്രണ്ട് കൂടെയാണ്. ഇങ്ങനത്തെ ജെനോമി മിഷൻ മൊത്തം കോർക്കുക. നമ്മൾ സൂചി കോർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൂചി നൂല് കോർക്കുമ്പോൾ നമ്മൾ അതിൻ്റെ എഡ്ജ് നമ്മളത് കറക്റ്റ് അത് ആണോ നോക്കുക. സൂചിൻ്റെ ഉള്ളിൽ കൂടെ പോകാനുള്ള പൊസിഷനാണല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ നൂല് കട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റാക്കി കൊടുക്കേണ്ടത്. ഇതേമാതിരി നമ്മൾ നൂല് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. എന്നിട്ട് ഈ നൂല് വലിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ അടിനൂല് മേലോട്ട് എടുക്കണമല്ലോ. അടിനൂല് നമ്മളിത് ഈ വീല് തിരിച്ചിട്ടാണ് നമ്മൾ അടിനൂല് മേലോട്ട് എടുക്കേണ്ടത്. ഇതേമാതിരി നമ്മൾ ഈ 2 നൂലും കൂടിയും ഒരേ ലെവലിൽ വെക്കുക. എന്നിട്ട് നമ്മൾ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഈ 2 നൂലും കൂടി നമ്മൾ ഒരേ ലെവലിൽ ബാക്കോട്ട് വെച്ചിട്ട് വേണം അടിക്കൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്ലൈഡ് വരുന്നുണ്ട്. ഈ സ്ലൈഡ് വെച്ചിട്ടാണ് നമ്മളിത് ലോക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആവശ്യമുള്ള തുണി നമുക്ക് ഏത് തുണിയിലാണ് അടിക്കേണ്ടത് വെച്ചാൽ ആ തുണി ഇതുപോലെ ഇങ്ങനെ വെക്കുക. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ നോബ് കണ്ടില്ലേ,
ഈ നോബിൽ ഇങ്ങനെ ഇവിടെ ഒരു പോയിന്റ് കാണുന്നുണ്ട്. ഈ പോയിന്റിൽ നമ്മൾ ഏത് ആൽഫബറ്റാണ് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഡിസൈനാണ് വരിക. ആ ആൽഫബറ്റ് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എ മുതൽക്ക് ജെ വരെ ആൽഫബറ്റ് ഉണ്ട്. ആ ഓരോ ആൽഫബറ്റിൻ്റെയും അടിയിൽ ഓരോ ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഡിസൈനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആൽഫബറ്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സാധാരണ സ്റ്റിച്ച് ആണെങ്കിൽ നമുക്ക് ഇതേമാതിരത്തെ സാധാരണ നോർമൽ എ ആണ് വരുന്നത്. നമ്മൾ പെഡൽ ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ സ്റ്റിച്ചാണ് വരുന്നത്, ഏറ്റവും ചെറിയ സ്റ്റിച്ചാണ് വരുന്നത്. കുറച്ചും കൂടി വലിയ സ്റ്റിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ബി എന്ന് പറഞ്ഞതിലേക്ക് സെലക്ട് ചെയ്ത് തരും. കുറച്ചും കൂടി വലിയ സ്റ്റിച്ചാണ് നമുക്ക് വരുന്നത്. സി ആണെങ്കിൽ മാക്സിമം വലിയ സ്റ്റിച്ച്. നമുക്ക് ഇതേമാതിരി സ്റ്റിച്ച് കണ്ടില്ല, ചെറിയ സ്റ്റിച്ച് മുതൽക്ക് വലിയ സ്റ്റിച്ച് വരെ നമുക്ക് ഇതേമാതിരി ഇങ്ങനെ വരാം. പിന്നീട് നമ്മളത് എന്താ ചെയ്യേണ്ടത്, സാധാരണ മെഷീൻ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ റിവേഴ്സ് അടിക്കാനുള്ള ഓപ്ഷൻ, ഇത് അമർത്തി പിടിച്ച സ്റ്റിച്ച് ഇങ്ങനെ റിവേഴ്സ് ആയിട്ട് അടിക്കുക. ഫുൾ ഡബിൾ സ്റ്റിച്ച് അടിക്കില്ല, അതിനുള്ള ഉപയോഗമാണ് റിവേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സൂചി താന്ന് നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഡിസൈൻ മാറ്റരുത്. സൂചി കൈകൊണ്ട് മാനുവലായിട്ട് പൊക്കി വെക്കുക, എന്നിട്ട് വേണം ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഇത് 6 ആക്കി നമ്മൾ സാരി ഫോളൊക്കെ ചെയ്യാനുള്ള ഡിസൈൻസാണ് വരുന്നത്. സാരി ഫോൾ നമുക്ക് ഇതിലിങ്ങനെ ചെയ്യാം. നിങ്ങളിവിടെ കാണുന്നില്ല ഈ ഡിസൈൻസ്, സാരി ഇപ്പോൾ 6 ആക്ക് മോഡൽ ഡിസൈൻസ്. പിന്നെ നമുക്കിതിൽ വേറെ ചെയ്യാൻ പറ്റിയ ഡിസൈൻസ് കുറച്ചും കൂടി എല്ലാ ഡിസൈനും കൊണ്ട് വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടി ഒരു വീതി കൂടിയ 6 ആക്ക് മോഡലാണ് വരുന്നത്. അത് നമുക്ക് ഷോളിൻ്റെ മുകളിലൊക്കെ ചെയ്യാൻ പറ്റിയ മോഡലാണ് 6 ആക്ക് ടൈപ്പ് വരുന്നത്. പിന്നെ നമുക്കിതിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പാച്ച് വർക്ക് ഡാനിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഡാനിങ് ചെയ്യുമ്പോൾ ജി എന്ന ഓപ്ഷനാണ് ഇത് വെക്കേണ്ടത്. ഡാനിങ് ചെയ്യുമ്പോൾ നമ്മൾ കീഴെ തുണീൻ്റെ അതേ കളർ നൂലാണെങ്കിൽ നമുക്ക് അതേമാതിരി ഇങ്ങനെ ഫില്ലാക്കി ഇങ്ങനെ കൊണ്ടുപോകാം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കീറിയ ഭാഗം അറിയാത്ത രൂപത്തിൽ നമുക്ക് ഫില്ലാക്കി എടുക്കാനും പറ്റും. കണ്ടില്ല, നമ്മളിവിടെ കാണുന്നില്ല നമ്മൾ പാച്ച് വർക്ക് ഇങ്ങനെ ഫില്ലായി പോകുന്നത്. പിന്നെ അതൊക്കെ ഓരോ ഡിസൈനാണ്. നമുക്ക് ഏത് ഡിസൈനാണ് വേണ്ടത് നമുക്ക് ഇതിനോട് ജസ്റ്റ് ഒന്ന് ആ നോബ് തിരിച്ചെടുത്താൽ മാത്രം മതി. ഇത് പ്രത്യേകിച്ച് ഒരു തയ്യൽ പഠിക്കേണ്ട ആവശ്യത്തിൽ ആർക്കും വരുന്നില്ല. ഈ തയ്യൽ പഠിക്കാത്തവർക്കും ചെയ്യാൻ പറ്റിയൊരു മെഷീനാണ് നമുക്ക് ഈ ഉഷേൻ്റെ ഇങ്ങനത്തെ മോഡൽ മെഷീൻ. പോർട്ടബിൾ ടൈപ്പാണ്, സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലൊക്കെ ഒരേ മാതിരത്തെ സ്റ്റിച്ചായിരിക്കും ഇതിൽ വരിക. സിമ്പിളായിട്ട് ഇതേമാതിരത്തെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. കണ്ടില്ല, അതേമാതിരി നമുക്ക് ഡിസൈൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഓവർലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി വരുന്നുണ്ട്. സാധാരണ ഒരു തയ്യൽ മെഷീൻ വാങ്ങി ഓവർലോക്ക് നമുക്ക് വേറെ മെഷീൻ വാങ്ങിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ മോഡൽ മെഷീൻ ആകുമ്പോൾ ഓവർലോക്ക് നമുക്ക് ഇതിൽ നിന്ന് ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ തുണി 2 ഫോൾഡറിന് സെൻറ്ററിലാക്കിയിട്ട് വെക്കുക. ഈ മടക്ക് കണ്ടില്ലേ, ഈ മടക്കിന് സെൻറ്ററിലായിട്ട് വെക്കുക. എഫ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വെക്കേണ്ടത്, സെലക്ട് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ 2 നൂല് വെച്ച് നമുക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് സാരി, പില്ലോ അങ്ങനത്തെ മുകളിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഓവർലോക്കാണ്. നമുക്ക് നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാനും പറ്റും. നിങ്ങളത് കാണുന്നില്ല, അതായത് ജസ്റ്റ് ഇതേമാതിരി അടിച്ച് ഇതേമാതിരി റോൾ ചെയ്ത് ഇങ്ങനെ സിമ്പിളായിട്ട് ഓവർലോക്ക് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഓവർലോക്ക് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു ഓപ്ഷനാണ് വരുന്നത് റോളിംഗ് ഫൂട്ട് എന്ന് പറയും. ഇതാണ് റോളിംഗ് ചെയ്യും. നമ്മളെ ഷോളിൻ്റെ അഡ്ജൊക്കെ റോൾ ചെയ്ത് അടിക്കാനുള്ളതാണ് പീക്കോക്ക് ഫൂട്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു ഫൂട്ടാണ് വരുന്നത് ബട്ടൺ ഹോളിൻ്റെ ഫൂട്ട്. ഇത് നമുക്ക് ബട്ടൺസിൻ്റെ ഹോൾ അടിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഫൂട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. നമ്മൾ സൂചി പൊക്കി വെച്ചതിന് ശേഷം നമ്മളിവിടെ ഇങ്ങനെ ഫൂട്ടിൻ്റെ ബാക്കിൽ ലിവർ കാണാം. ഈ ലിവർ നമ്മൾ വിരലോണ്ട് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം അഴിഞ്ഞ് പോവുക ചെയ്യുക. അതിനുശേഷം ഇത് ഫിറ്റ് ആക്കുന്നത് സിമ്പിളാണ് പരിപാടി. ഇവിടെ ഒരു പിന്ന് കാണാം. നമ്മൾ ഈ കട്ടിങ്ങിൻ്റെ കറക്റ്റ് സ്ലോട്ടിൻ്റെ ലെവലിൽ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ താത്തി കൊടുത്താൽ അത് കറക്റ്റായിട്ട് കുടുങ്ങിക്കോളും. പിന്നെ നമ്മളിത് ഷോളിൻ്റെ എഡ്ജ് അങ്ങനെ ചെറിയ മക്കളെ ഫ്രോക്കൊക്കെ ചെയ്യാനാണെങ്കിൽ നമ്മളിത് ഇതേമാതിരി എഡ്ജിൻ്റെ നമ്മൾ സെലക്ട് ചെയ്യുക, എഫ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അടിക്കുക, സിമ്പിളായിട്ട് അടിക്കുക. പക്ഷേ എഡ്ജ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ റോൾ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ഈർപ്പക്കണ്ണി, നിങ്ങളുടെ നാട്ടിലെന്താ ഗഡ്സ് അങ്ങനെ എന്താ പറയുക വെച്ചാൽ ആ സാധനം നമ്മൾ മീൻ പിടിക്കുന്ന സാധനം ഉണ്ടല്ലോ ഈർപ്പക്കണ്ണി, അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിഫായിട്ട് അത് നിൽക്കും. ഇതേമാതിരി നമുക്ക് എഡ്ജ് ഇതേമാതിരി റോൾ ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഇതിൽ. പിന്നെ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബട്ടൺസിൻ്റെ ഹോൾ. ഇതാണ് ബട്ടൺ ഹോളിൻ്റെ ഫൂട്ട്.
നമ്മളിപ്പോൾ ഒരു ബട്ടൺസിൻ്റെ ഹോൾ ചെയ്യാനാണെങ്കിൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ഇതേമാതിരി നമ്മളൊരു പ്ലെയിൻ ഇതാക്കിയതിന് ശേഷം ഇത് അളവ് നീക്കി കൊടുക്കുക. നമുക്ക് എത്ര ബട്ടൺസിൻ്റെ അളവ് വേണമെങ്കിലും നീക്കി കൊടുക്കുക. 4 സ്റ്റെപ്പായിട്ടാണ് ബട്ടൺസിൻ്റെ ഹോൾ വരിക. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്ക് സെലക്ട് ചെയ്യുക. ഈ റെഡ് ഇങ്ക് കണ്ടില്ലേ, അത് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്കാണ് വരുന്നത്. പിന്നെ 3ലേക്ക് സെലക്ട് ചെയ്താൽ മോൾ ഭാഗത്തേക്ക് ഇതേമാതിരി നമുക്ക് പോകും. പിന്നെ നമ്മൾ ചെയ്ത ആ ഭാഗത്തിന് എത്തിക്കഴിഞ്ഞ് ജസ്റ്റ് 4ലേക്ക് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേമാതിരി ഒരു ബട്ടൺസിൻ്റെ ഹോളായി. ഇത് കണ്ടില്ല, സിമ്പിളായൊരു ബട്ടൺസിൻ്റെ ഹോളായി. പിന്നെ അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ബട്ടൺ ഹോൾ ഇത് ചെയ്യാനുള്ളത് ഒരു കട്ടർ ഉണ്ടാവും. കട്ടർ ഉപയോഗിച്ച് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ട് നമുക്കൊരു ബട്ടൺ ഹോളിൻ്റെ ഒരു കട്ടിങ് വരെ വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയതും എന്നാൽ കൊണ്ടുനടക്കാൻ പറ്റിയതും സർവ്വസൗകര്യം ബുദ്ധിമുട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു മെഷീനാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. നമുക്കിത് നമ്മളെ സ്ഥാപനം മെഷീൻ ഗാലക്സി എന്ന് പറഞ്ഞ സ്ഥാപനമാണ്, ഫറോക്ക് മെഷീൻ ഗാലക്സി. നമ്മളെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ മുമ്പിലാണ് വരുന്നത്, ഫറോക്ക് ഹോസ്പിറ്റൽ കോംപ്ലക്സ്. അപ്പോൾ ഡെമോയ്ക്കോ അങ്ങനെ നമുക്ക് മെഷീൻ്റെ ആവശ്യങ്ങൾക്കോ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ സാധനം കൊറിയറായിട്ട് വീട്ടിലെത്തിച്ച് തരും.